ഇൻഡിവിജ്വലി ഗബ്രി ഒരു കിഡിലൻ പ്ലെയർ ആണ്. ഗബ്രിക്ക് ഗബ്രിയുടെ അഭിപ്രായം ആരുടെയും മുഖത്ത് നോക്കി പറയാനായിട്ട് ഒരു ഭയവുമില്ല. അവരെന്ത് വിചാരിക്കുമെന്നോ അതവരെ ഹേർട്ട് ചെയ്യുമോ എന്നോ ഗബ്രി ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗബ്രി ഒരു സേഫ് ഗെയിമർ അല്ല. കൂടാതെ ബിഗ് ബോസ് എന്ത് ടാസ്ക് കൊടുത്താലും ഗബ്രിയുടെ 100% കൊടുത്തിരിക്കും. അതിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ജാസ്മിൻ ആണെങ്കിൽ കൂടി ഗബ്രി പതറാറില്ല. ഇത്ര അടിപൊളി പ്ലെയർ ആയിട്ട് കൂടി എന്തുകൊണ്ടാണ് ഗബ്രി ഈ ആഴ്ചയിൽ പുറത്തായത്? അതിന്റെ ഒരു പ്രധാന കാരണക്കാരി എന്ന് പറയുന്നത് ജാസ്മിൻ തന്നെയാണ്. കാരണം ജാസ്മിൻ കഴിഞ്ഞ 2 ആഴ്ചയായില് തനിക്ക് ഗബ്രിയോടുള്ള പ്രണയം തുറന്നു പറഞ്ഞിരുന്നു. അതും ജാസ്മിൻ അവതരിപ്പിക്കുന്നത്, നിന്നോടുള്ള പ്രണയം ഞാൻ തുറന്നു പറയുന്നതോടുകൂടി എനിക്കെല്ലാം നഷ്ടമാകും, എങ്കിലും എനിക്ക് നിന്നിൽ നിന്ന് വേർപെട്ട് ജീവിക്കാനാകില്ല, അങ്ങനെ വളരെ വികാരഭരിതമായിട്ടുള്ള ഒരു രീതിയിലാണ്. എന്നും ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തിടുകയും അതുമായി ബന്ധപ്പെട്ട് ദീർഘകാല കോൺവെർസേഷനുകൾ ഉണ്ടാവുകയും ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഒരു ഘട്ടത്തിൽ ഗബ്രി എനിക്ക് നിന്നെ കല്യാണം കഴിക്കാനോ റിലേഷൻഷിപ്പിലാകാനോ സാധിക്കില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. അത് ഗബ്രിക്ക് വൻ തിരിച്ചടിയായി. എല്ലാവരുടെയും മുന്നിൽ ഗബ്രി ഒരു തേപ്പുകാരനായി. എല്ലാവരും ചോദിച്ചു തുടങ്ങി, ഗബ്രിക്ക് കെട്ടിപ്പിടിക്കാനും കടിക്കാനും ഉമ്മ വെക്കാനും ഒക്കെ ജാസ്മിനെ വേണം, എങ്കിലും ജാസ്മിനെ കല്യാണം കഴിക്കാൻ സാധിക്കില്ല അല്ലേ എന്ന്. അതേസമയം ഇവിടെ ജാസ്മിൻ ഒരു വിക്റ്റിമായി മാറി. ജാസ്മിന് അതിക്രൂരമായ തേപ്പ് കിട്ടിയ ഒരാളുടെ സിമ്പതി വോട്ടുകളെല്ലാം കിട്ടാൻ തുടങ്ങി. ടു ബി ഫ്രാങ്ക്, ജാസ്മിൻ കുറച്ചും കൂടി സംയമനം പാലിച്ചിരുന്നുവെങ്കിൽ, അതായത് അവരിപ്പോ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് എങ്കിൽ അതുപോലെ തന്നെ ഇവിടെ വെറുതെ ഒന്ന് അഭിനയിച്ച് പുറത്തെത്തുമ്പോൾ മാറ്റി പറയുക, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഗബ്രിക്ക് പുറത്ത് ഇത്രയും ഹേറ്റേഴ്സ് ഉണ്ടാകുമായിരുന്നില്ല. ഇതുകൂടാതെ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ നേരിട്ട് ഗബ്രി ജാസ്മിനെ കൺഫ്യൂസ് ചെയ്യുകയാണ് എന്നുകൂടി പറഞ്ഞപ്പോൾ ബോധ്യമായി. അപ്പോഴെല്ലാം പ്രേക്ഷകർ ഗബ്രി ഒന്ന് പവർ ടീമിന്റെ പുറത്തിറങ്ങി കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു.